ഇന്നത്തെ റെസിപ്പി നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. വയനാടൻ കോഴിയട. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു മെനക്കെട് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി നോക്കിയപ്പോൾ ആണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ ഇതാ പാനിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 മീഡിയം സൈസ് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊരു വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ, കുറച്ചൊരു ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു 300 ഗ്രാമോളം ഉണ്ട് കേട്ടോ ഈ ചിക്കൻ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചൊരു മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാറ്റി വെക്കണം. ഇനി ഒരു 1.5 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണേ. ഇനി അല്ല പത്തലിൻ്റെ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ചൂടുവെള്ളം വേണ്ട കേട്ടോ, നോർമൽ വാട്ടർ മതി. ഇതിപ്പോൾ ഞാൻ പത്തിരി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തത്, അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടത്. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കട്ടോ. ഇനി ഒന്ന് ഇത് അടൻ്റെ ഷേപ്പാക്കി എടുക്കണേ. ഇതിലേക്ക് കുറച്ചൊരു ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടോ. അടൻ്റെ ഷേപ്പാക്കി എടുക്കണം. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കണേ. ഇതിലേക്ക് വേണ്ട കുറച്ചൊരു മസാല റെഡിയാക്കി എടുക്കട്ടോ. പ്രഷർ കുക്കറിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഒരു സവാള മതി കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് എടുക്കട്ടോ. കുറച്ചൊരു വേപ്പില ഒരു തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കണം. ഇനി ചിക്കൻ വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കട്ടെ. പാനിൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി, കുറച്ചൊരു വേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാറിയിട്ട് ഒന്ന് അരച്ചെടുക്കണേ ഇത്. ഇനി പാനിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഇതിലേക്ക് കുറച്ചൊരു വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കട്ടോ. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് അവസാനം ഒന്ന് ഉള്ളി വെച്ചിട്ട് താളിച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കട്ടെ. ഞാനിപ്പം കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച അട ചേർത്ത് കൊടുക്കണേ. ഇതൊന്നെല്ലാം കൂടെ മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഈ അട പൊട്ടിപ്പോവരുത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ആ അടയിൽ ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ? ആ അടയിൽ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനിയിപ്പം കുറച്ചൊരു മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് വേണേ കഴിക്കാൻ. അപ്പോഴുണ്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ മസാല നന്നായിട്ട് അടയിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.